നമസ്കാരം. ലേഖനം പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ പത്രസ്ഥാപനത്തിന്റെ പ്രവർത്തനം തടയാനാകില്ലെന്ന് സുപ്രീം കോടതി. പഞ്ചാബ് സർക്കാരിനെ വിമർശിച്ചുള്ള ലേഖനം വന്നതിനു പിന്നാലെ പഞ്ചാബ് കേസരി പത്രത്തിനും മാനേജ്മെന്റിനുമെതിരെ സ്വീകരിക്കുന്ന നടപടികൾ സംബന്ധിച്ച കേസിലാണ് പരാമർശം. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ യാതൊരു നടപടിയും എടുക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. സർക്കാർ നടപടികൾക്കെതിരെ പത്രം പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇത് വിധി പറയാൻ മാറ്റിയെങ്കിലും സർക്കാർ നടപടികൾ ഇടക്കാലത്തേക്ക് മരവിപ്പിക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല. ഇതേ തുടർന്നാണ് പത്രം ഇന്നലെ അടിയന്തരമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി വിധി വരുന്നതുവരെയും അതിൽ അപ്പീലിന് സാവകാശം അനുവദിച്ചുമാണ് സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. പത്രത്തിന്റെ പ്രസ് തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കോടതി. ലേഖനം പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ മാനേജ്മെന്റിനെതിരെ സർക്കാർ പ്രതികാര നടപടികൾ എടുക്കുന്നുവെന്നാണ് ഹർജിയിൽ ഉന്നയിക്കുന്ന വിഷയം. സ്ഥാപനത്തിലേക്കുള്ള വൈദ്യുതി തടസ്സപ്പെടുത്തുന്നു, മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നോട്ടീസുകൾ തുടരെ നൽകുന്നു, മാനേജ്മെന്റിന്റെ ഹോട്ടൽ അടക്കം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഹർജിയിലുള്ളത്. എന്നാൽ നിയമപ്രകാരമാണ് നടപടികൾ സ്വീകരിച്ചതെന്നാണ് സർക്കാരിന്റെ വാദം. അതേസമയം മറുനാടൻ മലയാളിക്കടക്കം എത്രയോ തവണ കേരള സർക്കാരിന്റെ അടക്കം പ്രതികാര നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഇന്ത്യയിലെ പത്രസ്വാതന്ത്ര്യം സമീപ വർഷങ്ങളിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്നതായി പറയുന്നത്. വിവിധ അന്താരാഷ്ട്ര റിപ്പോർട്ടുകളും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഗുരുതരമായ ഭീഷണിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് RSF പുറത്തുവിടുന്ന ലോക പത്രസ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തകർക്കെതിരായ അതിക്രമങ്ങൾ, കടുത്ത നിയമ നടപടികൾ, മാധ്യമ ഉടമസ്ഥതയിലെ കുത്തകവൽക്കരണം എന്നിവയാണ് പ്രധാന വെല്ലുവിളികളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സർക്കാരിനെ വിമർശിച്ച് വാർത്ത കൊടുത്താൽ പല വിധത്തിലുള്ള പ്രതികാര നടപടികളാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വരുന്നത്. ഇഷ്ടമില്ലാത്ത വാർത്ത എഴുതുന്നവരെയും അഭിപ്രായം പറയുന്നവരെയും അകത്താക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഭരണഘടനാ ലംഘനമാണ്. മാധ്യമ പ്രവർത്തകർക്കെതിരെ രാജ്യദ്രോഹ കുറ്റവും UAPA അടക്കമുള്ളവ ചുമത്തുന്നു. കഠിനമായ നിയമങ്ങൾ ചുമത്തുന്നത് പത്രസ്വാതന്ത്ര്യത്തിന് എതിരാണ്. റിപ്പോർട്ടിങ്ങിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ശാരീരിക ആക്രമണങ്ങളും ഭീഷണികളും വർദ്ധിക്കുന്നു. ഇന്റർനെറ്റ് നിരോധനം, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ സോഷ്യൽ മീഡിയ ഉള്ളടക്കം നീക്കം ചെയ്യാനുള്ള സർക്കാർ ഉത്തരവുകൾ എന്നിവ പത്രസ്വാതന്ത്ര്യത്തിന് വിഘാതമാകുന്നു. മാത്രവുമല്ല, വലിയ മാധ്യമ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റ് ശക്തികളുടെ ഉടമസ്ഥയിലാകുന്നത് സ്വതന്ത്രപരമായ വാർത്താ റിപ്പോർട്ടിങ്ങിനെ ബാധിക്കുന്നുവെന്നും വിമർശനമുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1) ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യം മൗലിക അവകാശമാണെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയും അഖണ്ഡതയും മുൻനിർത്തി സർക്കാർ ഇതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. ഈ നിയന്ത്രണങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്നതാണ് നിലവിലെ പ്രധാന ചർച്ചാ വിഷയവും. അന്താരാഷ്ട്ര സംഘടനയായ റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് പുറത്തുവിടുന്ന ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ആശങ്കാജനകമാണ്. 180 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ തുടർച്ചയായി പിന്നോക്കം നിൽക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാണുന്നത്. മാധ്യമ പ്രവർത്തകർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റാങ്കിംഗ് നിശ്ചയിക്കുന്നത്. ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടത് ഭരണഘടനാപരമായ ആവശ്യമാണെന്നും ഈ വിഷയത്തിൽ ഗൗരവമായ ചർച്ചകൾ നടക്കണമെന്നുമാണ് മാധ്യമ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.